സമൃദ്ധ എന്നെ കാണാൻ വന്നപ്പോ തന്നെ അവർക്ക് മെമ്മറി ലോസ് സംഭവിച്ച കാര്യം എനിക്ക് മനസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ രണ്ടാമത് അന്വേഷിച്ചു വന്നത്. പക്ഷേ അവിടെയുള്ള ആരും എന്നോട് സഹകരിച്ചില്ല. സമൃദ്ധ പോലും പരിചയമില്ലാത്ത പോലെയാണ് എന്നോട് പെരുമാറിയത്. സമൃദ്ധയ്ക്ക് എന്താ പറ്റിയത്? എന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്? അല്ല, നിങ്ങളിതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ഇവര് മോളെ അന്വേഷിച്ചു വന്നതാ. സൈക്യാട്രിസ്റ്റ് ആണെന്നാ പറഞ്ഞത്. പേഷ്യന്റിനെ ക്യാൻവാസ് ചെയ്യാൻ വീടുകൾ തോറും കയറി ഇറങ്ങുന്ന സൈക്കാട്രിസ്റ്റിനെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നേ. എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. അപ്പൊ എല്ലാം മറന്നുപോയല്ലേ? മറന്നതാണോ അതോ മായ്ച്ചതാണോ? അതിനർത്ഥം യഥാർത്ഥ കാര്യങ്ങൾ ഞാൻ അറിയരുതെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നല്ലേ? അതൊക്കെ അന്ന് സംഭവിച്ചു പോയതാണ് മാഡം. ഒരു കള്ളം മറയ്ക്കാൻ മറ്റൊരു കള്ളം. അങ്ങനെ കള്ളങ്ങൾ കൊണ്ട് കെട്ടിയ കൊട്ടാരം ഇപ്പൊ തകർന്നു വീണിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അതാണ്. ഡോക്ടർ, കേസിന്റെ കാര്യങ്ങളൊന്നും എന്റെ ഓർമ്മയിൽ നിൽക്കുന്നില്ല. പലതും ഞാൻ മറന്നു പോവുക. കോടതി മുറിയിൽ എന്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നു. കേസുകൾ പലതും തോറ്റുപോകുന്നുള്ള ഭയത്തിലാണ് ഞാൻ. ആങ്സൈറ്റി പലപ്പോഴും ഫ്യൂച്ചറിനെ പേടിച്ചല്ല ഉണ്ടാവുന്നത്, സത്യം പറയേണ്ടി വരുന്ന നിമിഷത്തിനെ പറ്റിയാണ്. 10 വർഷമായി നിങ്ങളുടെ ഭാര്യ മറന്നുപോയ ഓർമ്മകളെക്കാൾ ഇത്രയും നാൾ നിങ്ങൾ മറച്ചുവെച്ച സത്യത്തിനെയാണ് നിങ്ങൾ ഭയക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് സത്യവാ. അവക്ക് ഓർമ്മ തിരിച്ചു കിട്ടുന്ന നിമിഷത്തെ ഓർത്ത ഓരോ നിമിഷവും ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ? എന്തിനാണ് നിങ്ങളും മറ്റുള്ളവരും അതിന് ഭയപ്പെടുന്നത്? സമൃദ്ധയുടെ ഭൂതകാലം ഞാൻ എങ്ങനെ ഇവരോട് പറയും? ഞാൻ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചുവെന്ന് എനിക്കെങ്ങനെ പറയാൻ കഴിയും? അവര് ശരിക്കും നിങ്ങളുടെ ഭാര്യ തന്നെയല്ലേ? ആ, അതെ, എന്റെ ഭാര്യയാണ്. 10 വർഷം ഞങ്ങൾ ഒന്നിച്ചാ ജീവിച്ചത്. മരുന്നിനേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം മനസ്സിലുള്ള ഭയം ഇല്ലാതാവുക എന്നുള്ളതാണ്. അതിന് നമുക്കൊരു സപ്പോർട്ടീവ് തെറാപ്പി സെക്ഷൻ വേണം. എങ്കിലേ നിങ്ങളുടെ ഭയത്തിന്റെ യഥാർത്ഥ ഉറവിടം എന്താണെന്ന് കണ്ടെത്താൻ പറ്റൂ. തൽക്കാലം ഞാൻ 1-2 ടാബ്ലറ്റ് തരാം. ഉറക്കം കുറവാണെങ്കിൽ അത് കഴിച്ചാൽ മതി. ശരി ഡോക്ടർ. അപ്പോ അവന്തിക സ്വന്തം അമ്മാവനെ? അതെ, കൊന്നു. പണത്തിന് വേണ്ടിയുള്ള ആർത്തി. അതിൽ അവന്തികയും അമ്മാവനും പരസ്പരം മത്സരിക്കുകയും ചതിക്കുകയും ചെയ്തു. ഒടുവിൽ ജീവൻ തന്നെ ഇല്ലാതാവും തോന്നിയപ്പോ അവന്തിക സ്വന്തം അമ്മാവനെ തന്നെ അങ്ങ് തീർത്തു. തേഞ്ഞു മാഞ്ഞുപോയ കേസ് ഇങ്ങനെ ഉയർന്നു വരുമെന്ന് അവന്തിക സ്വപ്നത്തെ പോലും ചിന്തിക്കില്ല. അമ്മാവനെ കൊന്ന കേസിൽ അവന്തികയെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട്. അതും വെറും തെളിവുകളല്ല, സംസാരിക്കുന്ന തെളിവുകൾ. അത് അവന്തിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോ അവന്തിക ജയിലടിക്കുള്ളിലാവും, അത് ഉറപ്പല്ലേ? അവന്തികയെ പോലുള്ള ഒരു വിഷപ്പാമ്പിനടിക്കുമ്പം പത്തിക്ക് തന്നെ അടിച്ചു വീഴ്ത്തണം. പിന്നീട് തലപൊക്കാൻ അവസരം കൊടുക്കരുത്. അതിനുള്ള സമയം മാത്രമാണ് ഇനി നമുക്കുള്ളത്. ഈ മരിച്ചുപോയ അമ്മാവന് ബന്ധുക്കളാരുമില്ലേ? ഞാൻ അവരെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അന്വേഷിക്കണം. എന്നാലും ഇങ്ങനെ കാണാമറിയത്തിരുത് നമ്മളെ സഹായിക്കുന്നത് ആരായിരിക്കും? 2 ടൈമിലെ ഫീസ് ഒരുമിച്ച് അടച്ചിട്ടുണ്ട്, അതും കുടിശ്ശിക അടക്കം. അത് കേട്ടപ്പോ എന്റെ തല ഇറങ്ങിപ്പോയി. സത്യം പറഞ്ഞ അമ്മുക്കുട്ടി ഇന്ദുവും കൂട്ടുകാരെ വിട്ട് വേറെ സ്കൂളിലേക്ക് പോകുന്നതിൽ വലിയ വിഷമത്തിലായിരുന്നു. ഫീസ് അടച്ചല്ലോ, അപ്പൊ ഇനി ഞങ്ങള് വേറെ സ്കൂളിലേക്ക് പോണോ? ഇനി എന്തായാലും നിങ്ങളെ മാറ്റുന്നില്ല.
നമ്മളെ സഹായിക്കുന്ന ആളെന്തിനാ ഇങ്ങനെ മറിഞ്ഞിരിക്കുന്നെ? ചിലപ്പോ എന്റെ അച്ഛമ്മളുടെ ആത്മാവായിരിക്കും അവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അമ്മ ഇന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? അമ്മയോട് ഞാൻ പലതവണ പറഞ്ഞതാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വീട്ടിൽ പറയരുതെന്ന്. അർച്ചന മരിച്ചെന്ന് അമ്മയോട് ആരെങ്കിലും വന്ന് പറഞ്ഞോ? ഫീസ് അടച്ചത് ആത്മാവാണ് പോലും. പിന്നെ ആത്മാവിന് അതല്ലേ പണി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അർച്ചന മരിച്ചു എന്നുള്ള ചിന്ത ഇതോടെ എല്ലാവരും ഇവിടെ ഉപേക്ഷിച്ചേക്കണം. അർച്ചന മരിച്ചിട്ടില്ല, ജീവനോടുണ്ട്. എവിടെ എടാ പറയടാ, ജീവനോടുണ്ടെങ്കിൽ അവൾ എവിടെയാ? നീ കണ്ടോ? അമ്മേ, ഞാൻ കാണാത്തൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ എന്റെ അർച്ചന മരിച്ചുപോയെന്ന് ഇനി ആരും ഈ വീട്ടിൽ മിണ്ടിപ്പോവരുത്. അതെനിക്കിഷ്ടമല്ല. എടാ, ഇവരെന്തിനാ എന്നോട് ചൂടാവുന്നേ? സച്ചേട്ടന് മനസ്സില് അച്ചു ചേച്ചി ഇപ്പോഴും ജീവനോടെ ഉണ്ടമ്മേ.